ചായ ചായ ഇല്ലേ? ഉണ്ട്. എത്ര? ഒരു 4 എണ്ണം. ലേശം തീങ്ങരുത്. എവിടെന്നാ? കുറച്ച് ദൂരെ. എന്നാലും ഒരു നാടില്ലാണ്ടിരിക്കുവോ? ഇനി കുറച്ചു ദിവസം ഞങ്ങളുടെ നാട് ഇതാണ്. വീണടം വിഷ്ണു ലോകം, സൈക്കിൾ യജ്ഞം, വിവിധ കലാ കായിക പ്രകടനങ്ങളും അഭ്യാസങ്ങളും, നൃത്യങ്ങളും. ഞാൻ പ്രൊഫസർ പരമൻ. ഞാൻ ഭീമരാജൻ, പ്രൊഫസർ അല്ല. ഇത് കുമാരി കസ്തൂരി. ഇവിടത്തെ നാട്ടുകാരാ. ഞാനുമായിട്ട് അതെ, കുറച്ചു ദിവസം ക്യാമ്പ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം വേണമായിരുന്നു. വല്ല ഗ്രൗണ്ടോ പറമ്പോ മൈതാനോ. അതെ, അങ്ങനെ ഒരു സ്ഥലം ഇപ്പൊ എവിടെയാ കിട്ടുക? എവിടെയാ കിട്ടിയ രക്ഷപ്പെട്ടുകാരെ? ആ വടക്കേക്കര അച്ഛനായുടെ തറവാടിനടുത്തുള്ള ആൽപ്പറമ്പ് പറ്റുമോ പോയിട്ട് നിങ്ങൾക്ക്? കഴിഞ്ഞ തവണ ഉത്സവത്തിന് തൃശ്ശൂർക്കാർ വന്ന് നാടകം കളിച്ച് അവിടെയായിരുന്നല്ലോ. മതി, ധാരാളം മതി. നാടകത്തിന്റെ സ്ഥലം എന്ന് പറയുമ്പോ നമുക്ക് കൂടുതലാ. ചായ. സ്ഥലം വല്ല ശരിപ്പെട്ടോ? ഇവിടെ അടുത്ത് പറ്റിയൊരു പറമ്പുണ്ടത്രേ. ഇവിടുന്ന് 100 വടക്കോട്ട് എന്നിട്ട് കിഴക്കോട്ട് തിരിഞ്ഞ ഒരു ഊട് വഴി കാണാം. അത് നേരെ ചെന്നിരിക്കുന്ന വടക്കേക്കര തറവാട്ട് മുന്നിലാണ്. അവിടെ ചെന്ന് ചോദിച്ചാൽ മതി. അവിടെ ചെന്ന് ആരോടാണ് അനുവാദം വാങ്ങേണ്ടത്? അച്ചുവന്നേര് മൂപ്പര് ഒരാളെ ഉള്ളൂ തറവാട്ടിലാണായിട്ട്. ആളെങ്ങനെ? നമുക്ക് വലിയ കാലെണ്ണ കിട്ടുന്ന കാര്യമാണെന്ന് അറിഞ്ഞാ അച്ചുവന്നേര് കവന്ന് കാലേ വീഴും. ഞങ്ങളുടെ ആശാനാ, നാട്ടുകാരാ. ഇവിടത്തെ പരിസരത്തെ കുറിച്ചൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കിയായിരുന്നു. നല്ല സ്നേഹമുള്ളവരാ. ആരും ഇല്ല അവിടെ? അച്ചുവന്നേരില്ലേ ഇവിടെ? അപ്പൊ അച്ഛൻ നായരില്ലേ ഇവിടെ? ഭീമൻ ആ കുട്ടി പ്രത്യേകം ശ്രദ്ധിച്ചെന്ന് തോന്നുന്നു. അതാ വന്നിരിക്കുന്നു വിളിച്ചു പറഞ്ഞത്. അച്ഛനെ ഒന്ന് വിളിക്കോ മോളെ? അച്ഛൻ നായര് അച്ഛനെ ഒന്ന് കാണാൻ താല്പര്യപ്പെടും. ഇനിയുണ്ടോ ചേച്ചി? ആരാ? എന്താ വേണ്ടേ? സൈക്കിൾ യജ്ഞവും അഭ്യാസമായിട്ട് നടക്കണവരാ. ആയിക്കോട്ടെ, അതിന് ഞാനെന്താ ചെയ്യണ്ടേ? വടക്കേപ്പുറത്ത് ആൽപ്പറമ്പ് ഞങ്ങൾ കണ്ടു. മുമ്പ് സർക്കസും നാടകമൊക്കെ നടന്ന സ്ഥലമാണെന്ന് അറിഞ്ഞപ്പോ അപ്പൊ നേരെ ഇങ്ങോട്ട് പിടിച്ചൂലേ? വേണ്ട, ഇവിടെ അങ്ങനത്തെ യാതൊരു അഭ്യാസം വേണ്ട. പൊക്കോളൂ. ആള് കൂടാനും ഞങ്ങൾക്ക് നിന്ന് കളിക്കാനും പറ്റിയ സ്ഥലമായതുകൊണ്ടാണ്. വാടക എന്താച്ചാൽ മുടങ്ങാതെ ഇവിടെ തന്നോളാം. അല്ല, വാടകയ്ക്കായാലും അതിപ്പോ വാടക കേൾക്കുമ്പോഴേക്കും അലച്ച് കാണിച്ച് എടുത്ത് ചാടണ്ട കേട്ടോ. തമ്പുരാൻ എപ്പോഴാ വന്ന് കേറുന്നതെന്ന് അറിഞ്ഞൂടാ. ഈ പെട്ടിപ്പാട്ടും ആളും കൂത്തുമൊക്കെ അദ്ദേഹത്തിന് പിടിക്കും തോന്നുന്നുണ്ടോ? വേണ്ടാന്ന് വെക്കാ എളുപ്പാ. ഒരണ കിട്ടിയ അതാ ഇല്ലേ വിലാസിനി? ഞാൻ പറയേണ്ടത് പറഞ്ഞു. ഇനി നിങ്ങളുടെ ഇഷ്ടം. അന്യനാട്ടിൽ നിന്ന് ഇത്രടം വരെ വന്ന് ആവശ്യപ്പെടുമ്പോ പറ്റില്ല എന്ന് പറഞ്ഞ ചേപ്രല്ലേ? ആ, പെട്ടിപ്പാട്ട് ഒച്ചപ്പാടൊക്കെ ഉണ്ടാവല്ലോ. ഉണ്ടാവും. കഴിയുന്നതും കുറച്ചോളാം. കുറയ്ക്കണം. അതുകൊണ്ടായില്ല. ഒരു കാലത്ത് ഈ നാട് വിറപ്പിച്ചിരുന്ന ജയവർദ്ധന തമ്പുരാന്റെ മകൻ പ്രതാപവർമ്മ തമ്പുരാന്ന് കേട്ടിട്ടുണ്ടോ? രാജ്യഭരണം കയ്യിലില്ലെങ്കിലും ഞങ്ങൾക്കൊക്കെ അദ്ദേഹം ഇപ്പോഴും രാജാവാ. ഈ തറവാടിന് വേണ്ടപ്പെട്ട ഒരാളുവാ. എപ്പോഴാ വരിക പോവാന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, തമ്പുരാൻ വന്നാ പോണ വരെ ഇവിടെ ഒച്ചപ്പാടും ബഹളമൊന്നും കേൾക്കരുത്. ഇല്ല, വലിയ ഉപകാരം. വാടക മുടങ്ങാതെ ഇവിടെ കൊണ്ടു തരണം. ഒരു മുടക്കം വരുന്നില്ല. എന്നാ എന്താ ചെയ്തോളൂ. ശരി. സ്നേഹമുള്ള അമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നിരവധി സൈക്കിൾ യജ്ഞം നടത്തി ഈ ചെറിയ പ്രായത്തിനുള്ളിൽ തന്നെ പേരും പ്രശസ്തിയും നേടിക്കഴിഞ്ഞ സുപ്രസിദ്ധ സൈക്കിൾ യജ്ഞിസ്റ്റ് പ്രൊഫസർ പരമൻ, അതായത് ഞാൻ, അടിക്കടേ, ഇന്ന് വൈകുന്നേരം കൃത്യം 3 മണിക്ക് വടക്കേക്കര ആൽപ്പറമ്പിൽ വെച്ച് സൈക്കിൾ യജ്ഞം ആരംഭിക്കുകയാണ്. എല്ലാ നല്ലവരായ നാട്ടുകാരെയും കലാസ്നേഹികളെയും ഞങ്ങൾ വടക്കേക്കര ആൽപ്പറമ്പിലേക്ക് ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. എന്റെ അഭ്യാസ പ്രകടനങ്ങളോടൊപ്പം കുമാരി കസ്തൂരിയുടെ നൃത്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. ആ ശങ്കുവാശന്റെ കാര്യം കൂടെ പറ. പ്രധാന കളി മുഴുവൻ അങ്ങനെ അല്ലേ? NB ശങ്കു എന്നൊരാളുടെ ചില കൊച്ചു കൊച്ചു അഭ്യാസ പ്രകടനങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. വരുവിൻ, കാണുവിൻ. മനസ്സിനകത്തൊരു പെണ്ണ്, മയിൽപീലി കണ്ണ്, പാമ്പുള്ളി ചോണങ്ങ്, വരുവിൻ, കാണുവിൻ. വടക്കേക്കര ആൽപ്പറമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
പെണ്ണുങ്ങൾ ഒരുങ്ങുന്ന തൊഴിഞ്ഞു നോക്കുന്നു കള്ളന്മാരെ നേരെ ആവാറായി. കൃത്യസമയത്ത് അധികാരി ഇനി വരും. ആളും കൂടി. ശംഖു നമ്മളെ ചതിക്കോ? ഇപ്പൊ ഇവനല്ല, നിനക്കാ കരുതാൻ. ഞാൻ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ശംഖുവിന്റെ അത്ഭുത അഭ്യാസങ്ങള് ആന ചേനാന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് സമയത്തിനവ എത്തിയില്ലെങ്കിൽ വീട്ടുകാരൻ നമ്മളെ വിടില്ല. നീ ഇന്നലെ വന്നത് 19 വയസ്സ് മുതല് ഈ ഗോവിന്ദനാഥാന്റെ കൂടെ ശംഖുണ്ട്. അവനെ വിറ്റാ നമ്മളെല്ലാം കഞ്ഞി കുടിച്ചു പോണത്. അല്ലാതെ നീ ഈ സൈക്കിളിൽ വട്ടം കറങ്ങിയിട്ടല്ല. തലപണയം വെച്ചായാലും അവനോട് എത്തും. അവൻ ഗുരുത്തുള്ള കൊറേ നേരമല്ല ഇതുവല്ല നടക്കുവോ? ഇപ്പൊ തുറക്കും. തുടങ്ങാൻ താമസിക്കുമെങ്കിൽ റിക്കാർഡിട്ട് ആ പെണ്ണിനെ വിട്ട് 2 ആട്ടം ആടിപ്പിക്കും. അതെ, സമയമാകുമ്പോ ആടും പാടും കേട്ടാ. നിങ്ങളാണോ പ്രൊഫസർ പരമൻ? കേട്ടിട്ടുണ്ടല്ലേ? ഏത് കോളേജിലെ? കോളേജിലൊന്നല്ല, ഞാനിങ്ങനെ സൈക്കിൾ നടത്തിയിട്ട് സമയത്തൊക്കെ തുടങ്ങിയില്ലെങ്കിൽ കളിയാക്കിയൊന്നുമല്ല. ഒരു കണ്ണും കാതും കേൾപ്പിക്കില്ല തോന്നണേ. ഇങ്ങനെയുണ്ട് ഒരു ബഹളം. വിളിക്കാൻ തേച്ച് പാണ്ടായല്ലോ എന്റെ ഭഗവാനെ. വിളിച്ചു. എന്തേ? നിന്നല്ല ഭഗവാനെ. പിന്നെ ഈ നായര് വിളിക്കുന്നു പറഞ്ഞ് ആശിച്ച് കാത്തിരിക്കുകയല്ലേ ഭഗവാൻ വിളിയേക്കാൻ? ഓ, തമാശയായിരിക്കും. പണ്ട് ബന്ധാലോചിച്ച് നിന്റെ തറവാട്ടിലേക്ക് വരുന്ന വഴിക്ക് നാട്ടുകാരൊക്കെ പറഞ്ഞു വിലാസിനിയല്ലേ വലിയ തമാശക്കാരിയാണെന്ന്. എന്നിട്ടിപ്പോ എന്തുണ്ടായി മൂപ്പർക്ക്? ഉണ്ടായി, എമ്പാടുണ്ടായി. ഈ തമാശക്കാരുടെ കഴുത്ത് താലി കെട്ടി അന്ന് മുതൽക്ക് തുടങ്ങിയതല്ലേ ഐശ്വര്യങ്ങൾ ജാഥയാതയായിട്ട് വരാൻ. നാട് തണ്ടി നടക്കുന്ന സർക്കസുകാരുടെ എന്ന് വല്ലതും കാരണം കിട്ടിയാ ഇപ്പൊ അതും വലുത് എന്ന് വിചാരിക്കേണ്ട വരെ എത്തി. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പാങ്ങോട്ട് അമ്പലത്തിൽ ഉത്സവത്തിന് 5 ആന ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാലേ വടക്കേക്കര ഉത്സവത്തിന് 10 ആന ഞാൻ ഏറ്റെന്നും പറഞ്ഞ് ചാടി പുറപ്പെട്ടെ തറവാട് സ്വത്ത് വിറ്റ് നശിപ്പിച്ചെങ്കിലേ അത് എന്റെ ഐശ്വര്യക്കുറവൊന്നും അല്ല. സദ്യക്കും സർവാണിക്കും തറവാട്ടിലെ ഉരുളിയും വാർപ്പും വിറ്റ് നശിപ്പിച്ചെങ്കിലേ അത് നിങ്ങളുടെ വിവരക്കേട്. തലച്ചോറില്ലാത്ത ഒരു നായരുടെ കൂടെ ഇറങ്ങി പോരേണ്ടി വന്നല്ല ദൈവമേ എനിക്ക്. എവിടേക്കാണാവോ തമ്പുരാട്ടുമാര് കുളിച്ചൊരുങ്ങി? ആൽപ്പറമ്പിലെ കലി. അയ്യാ, ഇങ്ങോട്ട് കയറി പറയാത്ത ഞാൻ നേരത്തെ മുച്ചീർപ്പം കൊലക്കാന്ന് പറഞ്ഞു. ഇത് തന്നെ ഭഗവാനേ. ആശാൻ അനുഗ്രഹിക്കും. മൂന്നാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന സൈക്കിളൊക്കെ പരിപാടി സ്ഥലം അധികാരി ശ്രീ മേക്കാത്തോട്ടി കൃഷ്ണനായ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ശംഖു വന്നിട്ട് വലിയ കാര്യമില്ല. കയ്യടി കേട്ടില്ലേ? ജനം മുഴുവൻ എന്റെ കൂടെ, പ്രൊഫസർ പരമന്റെ കൂടെ. സ്നേഹം കൊണ്ട് വിളിച്ചല്ലേ? സൈക്കിളിലെടുത്ത് ചുമ്മാ എല്ലാവർക്കും പറ്റും. അഭ്യാസമൊക്കെ തുടങ്ങുമ്പോ തുടങ്ങും. കൂടുതൽ അഭ്യാസം ഇങ്ങോട്ട് വേണ്ട കേട്ടോ. അഭ്യാസം ഒന്നും അറിഞ്ഞൂടാ. മധുരപ്പതിനേഴിന്റെ മണിമുറ്റത്ത് മയൂര നൃത്തം ചവിട്ടുന്ന കുമാരി കസ്തൂരിയുടെ നൃത്തനൃത്യങ്ങൾ അങ്ങനെ വിവിധ കലാപരിപാടികളാണ് ഇതുവരെ അവൻ ചതിച്ചിട്ടില്ല മോളെ. അവന്റെ ആശാൻ ഞാനാ. എനിക്കുറപ്പുണ്ട്. ഇത്തിരി വൈകിയാലും അവനിങ്ങെത്തും. ഒരു ദേവരം കിളി മൂളിയെത്തി ചാച്ചരക്കടവിൽ. ഭാരതത്തിലതല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജനലക്ഷങ്ങളുടെ മുമ്പിൽ സൈക്കിൾ അഭ്യാസ പ്രകടനങ്ങൾ നടത്തി പ്രമുഖരായ പല വ്യക്തികളിൽ നിന്നും നിരവധി കീർത്തിമുദ്രകളും മെഡലുകളും സമ്പാദിച്ച മാസ്റ്റർ ശംഖുവിന്റെ അത്ഭുത സൈക്കിൾ അഭ്യാസ പ്രകടനങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ട അമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ ഏവരെയും ഞെട്ടിപ്പിക്കുന്ന, കോരിത്തെരിപ്പിക്കുന്ന, രോമാഞ്ചമണിയിക്കുന്ന സൈക്കിൾ അഭ്യാസ പ്രകടനങ്ങളാണ് മാസ്റ്റർ ശംഖു ഇവിടെ കാഴ്ചവെക്കുന്നത്. കുട്ടികളാ ചേർന്ന് കൈയടിച്ച് മാസ്റ്റർ ശംഖുവിന് സൈക്കിൾ സവാരി നടത്തുവാൻ സീറ്റ് വേണ്ട, വെറും ഹാൻഡിൽ ബാർ മാത്രം മതി എന്ന് തെളിയിക്കുന്ന അഭ്യാസ പ്രകടനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അടുത്തതായി ഒറ്റവീൽ സവാരി. ഒറ്റവീലിൽ നിന്നുകൊണ്ട് മറ്റേ വീൽ പമ്പരം പോലെ കറക്കുന്ന അത്ഭുതകരമായ കാഴ്ച കാണുന്ന സുഹൃത്തുക്കളെ, സൈക്കിൾ പമ്പരം, സൈക്കിൾ പമ്പരം. കുട്ടികളെല്ലാം ചേർന്ന് കൈയടിച്ച് ഇതാ പുറകെ ചോദ്യം.
നോക്കൂ സുഹൃത്തുക്കളെ, തനിക്ക് സൈക്കിൾ സവാരിക്ക് 2 ചക്രങ്ങൾ ആവശ്യമില്ല, ഒറ്റ ചക്രം മതി എന്ന് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മരണത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ടുള്ള അത്യത്ഭുത അഭ്യാസ പ്രകടനങ്ങളാണ് മാസ്റ്റർ ശങ്കുണ്ണ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ സംഭാവനയുടെ കാര്യം മറന്നു പോകുന്ന സുഹൃത്തുക്കളെ, നിങ്ങൾ വിലയേറിയ സംഭാവനകൾ തന്നെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. സംഭാവനകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടികൾ ഗംഭീരമാകും. എല്ലാം ചേർന്ന് കൈയടിച്ച് അടുത്തതായി മായാജാല പ്രകടനങ്ങൾ. ഇതെല്ലാം ചേർന്ന് കൈയടിച്ച് നിങ്ങളെ ഏവരെയും രോമാഞ്ചമണിയിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന, കോരിത്തരിപ്പിക്കുന്ന ഫസ്റ്റാരെ ധ്വജതക്ക് ത്രിതോണാധിപതി പുത്രർ ജനാർദ്ദനെ. എന്റെ കയ്യിലൊന്നുമില്ലല്ലോ? ഇല്ലല്ലോ? ഒന്നുമില്ലല്ലോ? ഞാൻ നോക്കണം. അയ്യേ, ഇത് കൊച്ചു പിള്ളേരെ കാണിക്കും. വായിന്ന് നാരങ്ങ എടുക്കുന്നു, ഇവിടെ ഓരോരുത്തർ വായിന്ന് വിമാനം എടുക്കുന്നു. നിങ്ങളെ ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന, രോമാഞ്ചമണിയിക്കുന്ന അതിഭയങ്കരമായ തട്ടിപ്പ്. അടുത്ത ഐറ്റം. വേറെ വേലയില്ല. ഇതാ അടുത്ത ഐറ്റം രക്തത്തണ്ണീർ എന്ന ഐറ്റമാണ്. ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടോ? എനിക്ക് ദാഹിക്കുന്നു. സുഹൃത്ത് ദയവായി ഞങ്ങളുടെ മുന്നിലേക്ക് വരിക. അതല്ല, ഞാൻ തരാം. അടുത്തതായി ഇത് വെച്ച് രക്തത്തണ്ണീർ എന്ന ഐറ്റം ആരംഭിക്കുകയാണ്. എന്നെ തൊട്ടുകൊണ്ട് ശക്തിയായിട്ട് വലിക്കൂ. വലിക്കൂ. വരുന്നുണ്ടോ? വലിക്കൂ. വലിക്കൂ. ഇതാ നോക്കൂ കഴിക്കുന്നത്. ഇതാ നോക്കൂ. ഇതാ നോക്കൂ സുഹൃത്തുക്കളെ, സ്പർശിക്കുക പോലെ ചെയ്യാതെ വായുവിൽ കൂടി സ്വന്തം വായിൽ നിന്ന് ഇതൊന്നും മരുന്നില്ലല്ലോ, ഇതിനകത്തൊന്നും മരുന്നില്ല. ഇതൊക്കെ ചുമ്മാ പറ്റി പിതാ മാറ്റി. കുടിച്ചിട്ട് കള്ളം പറയരുത്. അയ്യോ ദൈവത്തിനാണ് ഇതൊന്നും മരുന്നില്ല. ഞാൻ കുടിച്ചിട്ടില്ലെന്ന്. കുടിച്ചെങ്കിൽ ഇത് ഇതിൽ കൂടെ വരും. അയ്യോ ഞാൻ കുടിച്ചില്ലെന്ന്. ഇതിൽ കൂടെ വരും. കുടിച്ചെങ്കില് കണ്ണടച്ചതാ ഇരുന്നോളൂ. ഈ സുഹൃത്തിന്റെ കള്ളത്തരം വെറും ഇതാ ഞങ്ങളുടെ അവതരിപ്പിക്കുവാൻ പോകുന്ന അടുത്ത ഐറ്റം കാബൂളിക്ക പേപ്പർ വാല. ഇതാ എന്റെ കയ്യിൽ കുറച്ച് പേപ്പറുകളാണ്. കുറച്ച് പേപ്പറുകൾ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് നോക്കാം. മുന്നിലേക്ക് വരണം. നോക്കിക്കോളൂ. എന്തെങ്കിലും അതിന്റെ അകത്തുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ അതില്? ഒന്നുമില്ലല്ലോ? ഒന്നുമില്ലല്ലോ? ഇതിലോ? അത് വീട്ടിൽ കൊണ്ടുപോയിക്കോ. വീട്ടിൽ കൊണ്ടുപോയിക്കോ. പൊയ്ക്കോളൂ. അടുത്ത ഐറ്റം. ഞാൻ ഈ പേപ്പർ തിന്നാൻ പോകുന്നു. ഇതാ അടുത്തതായി ആ പേപ്പർ കഷ്ണങ്ങൾ മുഴുവൻ അദ്ദേഹം തിന്നുകയാണ്. വളരെ സൂക്ഷ്മതയോടുകൂടി ചവച്ചരച്ച് കഴിക്കുകയാണ് അദ്ദേഹം. ഇതാ കഷ്ണങ്ങളായി വായ്ക്കുള്ളിലേക്ക് പോയ പേപ്പറുകൾ മാലയായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അത്ഭുതകരമായ കാഴ്ചയാണ്. സംഭാവനയുടെ കാര്യം ആരും മറന്നു പോകരുത്. സംഭാവനകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടികൾ ഗംഭീരമാകും. ഞങ്ങളുടെ അടുത്ത ഇനം ജനക്ക് പായൽ പാചി അഥവാ നിറം മാറുന്ന തൂവലുകൾ. ഇതാ ഇത് കണ്ടല്ലോ, വെറും ഒരു പേപ്പർ. ഇതാ ഇത് വെറും ഒരു പേപ്പർ മാത്രമല്ല. ഞാൻ ഇതിനെ ചുരുട്ടി ഒരു കുഴൽ പോലാക്കുന്നു. ഇതിനെ ചുരുട്ടി ഒരു കുഴൽ പോലാക്കുകയാണ്. കുഴൽ പോലാക്കുന്നു. എന്നിട്ട് ഞാൻ ഈ തൂവലെടുത്ത്, തൂവൽ കണ്ടല്ലോ, ഇതിന്റെ എല്ലാരും കണ്ടല്ലോ, അകത്തേക്ക് ഞാൻ ഇടുകയാണ്. കുഴലിലേക്ക് ഇടുകയാണ്. അത്ഭുതകരമായിട്ട് ഇതാ മറ്റൊരു തൂവൽ ഞാൻ എടുക്കുന്നു. അടുത്ത ഞാൻ ഒരു വെള്ളത്തൂവൽ ഇതിനകത്തേക്ക് ഇടുകയാണ്. വെള്ളത്തൂവൽ. എന്നിട്ട് ഞാൻ എടുക്കുന്നതോ ഒരു വയലറ്റ്. സുഹൃത്തുക്കളെ സംശയം നോക്കണു, ഇത് വെറും ഒരു പേപ്പറാണ്. ഒരു മാന്യ സുഹൃത്ത് ഒരു നോട്ടുമാലയുമായി വരുന്നുണ്ട്. നിൽക്കു സുഹൃത്തെ, എന്താണ് പേര്? കാക്കരക്കടവ് തമ്പി. കാക്കരക്കടവ് തമ്പി എന്നൊരു മാന്യ സുഹൃത്ത് ഇതാ ഒരു നോട്ടുമാല സംഭാവന ചെയ്തിരിക്കുന്നു.